സുഹൃത്തെ, നിങ്ങൾ ഇതുവരെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് എന്ന് പറയുന്നൊരു കംഫർട്ട് സോണ്. നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയാണ്, നിങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണ്, നിങ്ങളുടെ കുടുംബക്കാരെങ്ങനെയാണെന്നൊക്കെ പറയുന്നൊരു കംഫർട്ട് സോണാണ്. ഈ കംഫർട്ട് സോണിന് ചിലപ്പോൾ ഒരു പരീക്ഷയെ വിജയിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല, കഴിവുണ്ടാവില്ല. അതായത് നിങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് നിങ്ങൾ ഒരു ഗർത്തം കാണുകയാണ്, ഒരു വലിയൊരു താഴേക്കുള്ള നിങ്ങൾ വീഴാൻ ചാൻസ് ഉള്ള വലിയൊരു ഗർത്തം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു 2 മീറ്റർ നിങ്ങൾ ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ലൈഫ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വിചാരിക്കാം. പക്ഷേ നിങ്ങൾക്കത് ചാടാനുള്ള ധൈര്യമില്ല എന്ന് വിചാരിക്കാം. എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് അപ്പുറത്തുള്ള എല്ലാ ഓപ്ഷൻസ് ഉള്ള സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. നിങ്ങൾ ആദ്യമുള്ള കംഫർട്ട് സോണിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് ചെയ്യുക, അല്ലേ? കാലങ്ങളോളം നിങ്ങൾ അവിടെ ഇങ്ങനെ പെട്ട് നിൽക്കും. എന്നാലും നിങ്ങൾക്കൊരു രക്ഷയില്ല. നിങ്ങൾക്ക് കുറച്ച് ധൈര്യം വന്നെന്ന് വിചാരിക്കാം. ഒരു 2 മീറ്റർ ചാടാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ ഗർത്തത്തിനെ മറികടന്ന് ഏറ്റവും വലിയ പോസിബിലിറ്റീസ് ഉള്ള മറ്റൊരു ലോകത്തെത്തിയേക്കാം. ഇതുപോലെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന പരീക്ഷകൾ, PSC പരീക്ഷകളാണെങ്കിലും ഏത് മത്സര പരീക്ഷകളാണെങ്കിലും. നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കംഫർട്ട് സോണിന് ചിലപ്പോൾ അവിടെ എത്താനുള്ള കഴിവുണ്ടാവില്ല. ആ കഴിവാണ് നിങ്ങളുടെ ധൈര്യം എന്ന് പറയുന്നത്. എക്സാമിന് വേണ്ടി നിങ്ങളെത്ര പഠിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കിത് ഉറപ്പായിട്ടും ചാടിക്കടക്കാൻ കഴിയുമെന്നുള്ള ആ ധൈര്യത്തിൻ്റെ പുറത്താണ് നിങ്ങൾ പുതിയൊരു ലോകത്തേക്ക് എത്തുന്നത്. അതില്ലെങ്കിൽ നിങ്ങൾ എക്സാം ഇങ്ങനെ കാലങ്ങളോളം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയായിട്ട് മാറിപ്പോകും. നമുക്കതല്ല വേണ്ടത്. ആ 2 മീറ്റർ ചാടിക്കടക്കാനുള്ള പ്ലാൻ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കില്ല, അല്ലേ? നിങ്ങൾ ജീവൻ പോകുമെന്ന് ചിന്തിക്കില്ല, കുടുംബക്കാരെന്ത് വിചാരിക്കും ചിന്തിക്കില്ല, നാട്ടുകാരെന്ത് വിചാരിക്കും ചിന്തിക്കില്ല. നിങ്ങൾ ആ സമയത്ത് എന്താണ്? നിങ്ങൾ ഇവിടെ അല്ല, നിങ്ങൾ വേറെ ഏതോ ഒരു ലോകത്താണ്. നിങ്ങൾ ആ 2 മിനിറ്റ് ചാടാനുള്ള സെക്കൻഡിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഏതോ ഒരു ലോകത്താണ്. എല്ലാം മറന്നിട്ട് ആ ചാടുന്ന ആ മൊമെൻ്റാണ് നിങ്ങളെ വേറൊരു ലോകത്തേക്ക് എത്തിക്കുന്നത്, അല്ലേ? ആ 2 സെക്കൻഡുള്ള ധൈര്യം എന്നുള്ള മൊമെൻറ്റിനെ നിങ്ങളുടെ PSC പരീക്ഷകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് വെറും 2 മാസത്തേക്കുള്ള ഇരുന്ന് പഠിക്കുന്നൊരു കാലയളവായിരിക്കും. ചിലപ്പോൾ എല്ലാം മറന്ന് ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാലയളവായിരിക്കും. ഈ സമയത്തുള്ള നിങ്ങളുടെ ധൈര്യമാണ് നിങ്ങൾക്ക് ആ പരീക്ഷയ്ക്ക് കിട്ടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അവിടെ നിങ്ങൾ എത്രയോ പഠിച്ചു, ഏറ്റവും നല്ല പുസ്തകങ്ങൾ വായിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, എല്ലാവരെയും മറന്ന് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി എന്നിലേക്ക് ധൈര്യം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ആ ഒരു മൊമെൻ്റാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊമെൻറ്റ് ഒരു മൊമെൻറ്റ് മാത്രമായിരിക്കില്ല, അത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു മൊമെൻ്റായിട്ട് മാറും. അത് എല്ലാവരെയും മറന്നുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കാര്യം ചാടിക്കടക്കാൻ പോവുകയാണെന്നുള്ള ധൈര്യം നിങ്ങളിലേക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ രക്ഷപ്പെടും. രക്ഷപ്പെടാനുള്ള പോസിബിലിറ്റി ഒരുപാട് കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആലോചിച്ച് നോക്കുക. ഒരു 2 മീറ്റർ ചാടാൻ വേണ്ടി നിങ്ങൾ ഓടി വന്ന് ഫുൾ പ്രിപ്പയർ ചെയ്ത് ചാടുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 95% ആളുകൾ രക്ഷപ്പെടില്ലേ, അല്ലേ? അപ്പോൾ ആ ധൈര്യമാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ പുസ്തകവും പിടിച്ചിട്ട് ഈ കംഫർട്ട് സോണിൽ ഇങ്ങനെ മറ്റുള്ള ആളുകളെ പറ്റി ആലോചിച്ചിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ആ പരീക്ഷയ്ക്ക് വിജയിക്കാനുള്ള ധൈര്യം എന്ത് വില കൊടുത്തിട്ടും ഡെവലപ്പ് ചെയ്തെടുക്കണം. അതാണ് നിങ്ങളുടെ നീഡ്. ഓക്കെ, അതിനെന്ത് ചെയ്യണം എന്നറിയോ? എല്ലാവരെയും മറക്കണം. നിങ്ങൾ എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ഒറ്റ ചിന്തയിലേക്ക് നിങ്ങൾ മാറണം. അതിന് ഏതറ്റം വരെ ഞാൻ പോകുമെന്നുള്ള കാര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ എഴുതി വെക്കണം. എഴുതി വെച്ചാൽ മാത്രം പോരാ, ഡിസിപ്ലിനോടുകൂടി ഇരുന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതിന് പറ്റിയ ഏത് റൂട്ടും നിങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങൾക്കുള്ള ഈ ചാടിക്കടക്കാനുള്ള ധൈര്യത്തിനുള്ള റോള് വളരെ വലുതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു ധൈര്യം നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എന്ന് പറയുന്നത് വലിയൊരു കാര്യമൊന്നുമായിരിക്കില്ല. നിങ്ങൾ 1-2 മണിക്കൂറിൻ്റെ ഇടയിൽ സുഖമായിട്ടൊരു ടെൻഷനും ഇല്ലാതെ നിങ്ങളത് എഴുതും. നിങ്ങൾ നല്ല മാർക്കും വാങ്ങിക്കും. നിങ്ങൾ സുഖമായിട്ട് റാങ്ക് ലിസ്റ്റിൽ വരികയും ചെയ്യും. ഒരു പ്രാവശ്യം PSC കിട്ടിയ ആൾക്കാർക്ക് പിന്നും കിട്ടുന്നില്ലേ? അതിനൊരു സീക്രട്ട് ഇതാണ്. അവർ ആ ധൈര്യം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ആ ധൈര്യം നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് ഒരു എക്സ്റ്റസിയിലുള്ള കോൺഫിഡൻസ് ആണ്. എനിക്ക് എന്ത് എഴുതി കഴിഞ്ഞാലും കിട്ടും, എനിക്കൊന്നും ഓൾറെഡി കിട്ടിയല്ലോ. ഈ മൈൻഡ് സെറ്റ് നിങ്ങളിലേക്ക് വരണം. അത് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുന്നതാണ്. എങ്ങനെ ബിൽഡ് ചെയ്യാം? വിഷ്വലൈസേഷനിലൂടെ ബിൽഡ് ചെയ്യാം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൂടെ ബിൽഡ് ചെയ്യാം. വെറുതെ ആൾക്കാരോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നേരം പോക്കാതിരിക്കുന്നതിലൂടെ ബിൽഡ് ചെയ്യാം. ഏറ്റവും നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ച് മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കുന്നതിലൂടെ, ചെയ്ത് പഠിക്കുന്നതിലൂടെ, മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം.
ഞാൻ പറഞ്ഞല്ലോ, അത് വെറുതെ ഉള്ളൊരു ബിൽഡ് ചെയ്യലല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ 2 മീറ്റർ ചാടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇയാളുടെ ലൈഫ് പോക്കാ. പക്ഷെ നമ്മൾ ചാടുന്നുണ്ട്, ഇതിനു വേണ്ടി എഫേർട്ട് എടുത്ത് എല്ലാവരും രക്ഷപ്പെടുന്നുണ്ട്. ആ ഒരു ധൈര്യം എന്നുള്ള കടമ്പയിലൂടെ കടന്ന ആളുകളൊക്കെ അവിടെ രക്ഷപ്പെടുന്നുണ്ട്. അല്ലാത്തവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ അവിടെ ആ ധൈര്യം കിട്ടിയ ആളുകൾ തോറ്റു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ കുറഞ്ഞ ഒരു മൈന്യൂട്ട് പെർസെൻറ്റേജ് ആളുകൾ മാത്രമേ അവിടെ തോറ്റു പോകും. അപ്പോൾ നിങ്ങളുടെ ഓരോ ദിവസത്തെ പെരുമാറ്റത്തിലും എനിക്ക് ആ ധൈര്യമുണ്ട്, നിങ്ങൾ ആ ധൈര്യം ഡെവലപ്പ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നണം, ഉള്ളിൽ തോന്നണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മൈൻഡ് സെറ്റിലേക്ക് ധൈര്യം കയറ്റുന്ന കാര്യം. അത് നിങ്ങളെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. അത് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്തു തുടങ്ങുക. അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന പരീക്ഷയുടെ ആ പൊസിഷൻ്റെ ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ റേസ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ റേസ് ചെയ്യുക, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ നിങ്ങൾ റേസ് ചെയ്യുക, നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസിനെ നിങ്ങൾ റേസ് ചെയ്യുക. എനിക്കൊരാളെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് എക്സാമിന് കിട്ടാനുള്ള ആ ധൈര്യം എനിക്കുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഏതൊരു ബിസിനസ്സിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് ആ ധൈര്യം ഇല്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ കഴിയില്ല സുഹൃത്തെ. നമ്മൾ ഒരു എഫേർട്ട് എടുക്കുകയാണ്, എനിക്കത് നേടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു കാര്യം നേടാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന ആ കോൺഫിഡൻസിനെയാണ് നിങ്ങളുടെ ധൈര്യം എന്ന് പറയുന്നത്. അതില്ലാത്ത ഒരാളും ഇന്ന് റിച്ചായ ചരിത്രങ്ങളില്ല, പരീക്ഷയ്ക്ക് നേടിയ ചരിത്രങ്ങളില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ കാര്യം കീപ്പ് ചെയ്യുക. നിങ്ങൾ ഏത് എക്സാം സെൻറ്ററിൽ പോകുന്നുണ്ടെങ്കിലും, ഏതൊക്കെ ആപ്പുകൾ നിങ്ങളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിലും, ഈ ധൈര്യം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലേക്ക് ഡെവലപ്പ് ചെയ്യുക, നിങ്ങളുടെ മൈൻഡ് സെറ്റിലേക്ക് ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾ ഓരോ ദിവസവും പ്രത്യേകമായിട്ട് സമയം മാറ്റി വയ്ക്കണം. നിങ്ങൾ അങ്ങനെ ഒരു ഫ്രീക്വൻസിയിൽ ജീവിക്കാൻ തയ്യാറാവണം. എല്ലാം മറന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ആ 2 മീറ്റർ ചാടിക്കടക്കുന്നത് പോലെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ ഹ്യൂമൻ തന്നെയായിരിക്കണം. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, എല്ലാവരും മറന്ന് കളയുക, ഇരുന്ന് പഠിക്കാൻ തയ്യാറാവുക. എനിക്ക് കിട്ടിയേ പറ്റൂ, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. താങ്ക് യു.